നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭയത്തിലോ ഭാരത്തിലോ എന്ന് കേൾക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വചനം പറയാൻ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് മാത്രമല്ല, നിങ്ങളെ വിടുവിക്കേണ്ടതിന് കർത്താവ് നിങ്ങളോട് കൂടുണ്ട്. അതാണ് ഇമ്മാനുവേൽ എന്ന വാക്കിനർത്ഥം. ദൈവം നമ്മോട് കൂടെ. നാം യേശുവിനെ സ്വീകരിച്ചതോടുകൂടെ ഞാനും നിങ്ങളും ദൈവമക്കളായി അപ്പോൾ തന്നെ ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. നാം പോകുന്നിടം മുഴുവൻ ദൈവ രാജ്യത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെയുണ്ട്. ദൃശ്യമായി അത് കാണാൻ കഴിയുന്നില്ലെങ്കിലും അദൃശ്യമായ വലിയൊരു വലയം ദൈവമക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നല്ല ഇടയനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ, ആ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ തരുന്നു എന്ന് മാത്രമല്ല, ആ പിതാവിൻ്റെ കയ്യിൽ നിന്നും ആ വ്യക്തിയെ ആർക്കും പിടിച്ച് പറിച്ചുകൊണ്ട് പോകാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ സുരക്ഷിതമായ കാവലുണ്ടെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പറയാം, ഭയപ്പെടരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒന്നിനെയും ഭയപ്പെടരുത്. ഭയപ്പെടേണ്ടതിന് നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നത് ദാസ്യത്തിൻ്റെ ആത്മാവല്ല, പകരം അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവം വച്ചിരിക്കുന്നു. ഈ നമ്മെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അതാ ഇവിടെ പറയുന്നത്. ഇവിടെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, 4 മുതൽ വായിക്കുമ്പോൾ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു എങ്കിൽ, യേശുവിനെ അറിയാൻ കഴിഞ്ഞുവെങ്കിൽ, നമ്മളല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക പറയാണ്, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു.
അരികെ വിളിച്ചിട്ട് പറയണം, തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകാൻ പന്തലിലെത്തിച്ചു. അടുക്ക വിളിക്കുന്നൊരു കർത്താവ്. അപ്പം തന്നെ എൻ്റെയും നിങ്ങളുടെ അരികിൽ വിഷമഘട്ടത്തിൽ വരുന്നൊരു കർത്താവ്. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പീലാത്തോസിൻ്റെയോ ഹെരോദാവിൻ്റെയോ തന്നെ ക്രൂശിച്ച പടയാളിയുടെയോ വീട്ടിലല്ല ചെന്നത്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ചെന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരുടെ ഭയത്തെ മാറ്റിയൊരു കർത്താവ്. പറയുന്നത് നിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മളെ കർത്താവ് മുന്നേ കണ്ടതാണ്, മറന്നു പോകരുത്. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചു എന്ന് വചനം പറയുന്നു. എന്തിനു വേണ്ടി? ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇതാണ് അന്ത്യകാലത്ത് അങ്ങനെയാണ്. സകല ജഡത്തിൻ്റെ മേലും ദൈവം ആത്മാവിനെ പകരുകയാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രവാചക ഈ ശുശ്രൂഷൻ യേശുവിനെ സ്വീകരിച്ച ദൈവമക്കളുടെ ശുശ്രൂഷയിൽ അതുണ്ട്. എന്നിട്ട് പിന്നെ പ്രവാചകനോട് പറയാണ്, എന്നാൽ ഞാൻ അയ്യോ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്ത്, പ്രവാചകൻ, ഞാൻ ബാലനെന്ന് നീ പറയല്ലേ, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോവുകയും ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. കർത്താവ് എവിടെയെങ്കിലും അയച്ചാൽ നമുക്ക് കഴിവില്ല, നമ്മൾ ബാലനാണ്, കുറവുള്ളവനാണെന്ന് പറയരുത്. ധൈര്യത്തോട് വിളിച്ചു പറയണം. ഏത് സാഹചര്യത്തിൽ വിളിച്ചു പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലവും ചെയ്യാൻ കഴിയും. ഒരു ദൈവഭയത്തിൻ്റെ ഉറപ്പെന്തോ? നാം തനിച്ചല്ല, മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് മറന്നു പോകരുത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം ഇടയാക്കിയില്ല. നിങ്ങളിന്ന് പോകുന്ന ജീവിത സാഹചര്യം എന്തുമായിക്കോട്ടെ, രോഗത്തിൻ്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, സാമ്പത്തിക വിഷയം എന്തുമായിക്കോട്ടെ, നിങ്ങളെ അതിന് വിടുവിച്ച് കരകയറ്റാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, നീ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നിനെയും കണ്ട്, ഒരു സാഹചര്യത്തെയും കണ്ട് ഭയപ്പെടാതെ കർത്താവ് തന്ന വാഗ്ദത്തത്തിൽ വിശ്വസിക്കാൻ, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നുള്ളത് വിശ്വസിപ്പാൻ, ഭയപ്പെടരുതെന്ന്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള വാക്ക് വിശ്വസിക്കാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ, ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ.